ഇയ്യോബ് അധ്യായം 13. എൻ്റെ കണ്ണ് ഇതെല്ലാം കാണുകയും എൻ്റെ ചെവി ഇതെല്ലാം കേട്ട് ഗ്രഹിച്ചുമിരിക്കുന്നു. നിങ്ങൾ അറിയുന്നത് ഞാനും അറിയുന്നു. ഞാൻ നിങ്ങളെക്കാൾ താഴെയല്ല. സർവശക്തനോട് ഞാൻ സംസാരിക്കുന്നു. ദൈവത്തോട് പ്രതിവാദം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളോ വ്യാജം സംസാരിക്കുന്നവർ. നിങ്ങളെല്ലാവരും ജ്ഞാനമില്ലാത്ത വൈദ്യന്മാർ അത്രേ. നിങ്ങൾ മൗനമായിരുന്നാൽ കൊള്ളാമായിരുന്നു. അത് നിങ്ങൾക്ക് ജ്ഞാനമായിരിക്കും. എൻ്റെ ന്യായവാദം കേൾക്കുവിൻ. എൻ്റെ അധരങ്ങളുടെ പ്രതിവാദം ശ്രദ്ധിപ്പിൻ. നിങ്ങൾ ദൈവത്തെ പ്രതി നീതികേട് സംസാരിക്കുന്നു. അവന് വേണ്ടി വ്യാജം പറയുന്നു. അവൻ്റെ പക്ഷം പിടിക്കുന്നുവോ? ദൈവത്തിനു വേണ്ടി വാദിക്കുന്നുവോ? അവൻ നിങ്ങളെ പരിശോധിച്ചാൽ കൊള്ളാമായിരുന്നു. മനുഷ്യനെ വിധിക്കുന്നത് പോലെ നിങ്ങൾ അവനാൽ വിധിക്കപ്പെടും. മുഖപക്ഷം കാണിച്ചാൽ അവൻ നിങ്ങളെ നിശ്ചയമായും ശാസിക്കും. അവൻ്റെ മഹിമ നിങ്ങളെ ഭയപ്പെടുത്തും. അവൻ്റെ നീതി നിങ്ങളുടെ മേൽ വീഴും. നിങ്ങളുടെ അധികാരം പൂഴിയിൽ നിന്ന് എന്ന് ഓർക്കുവിൻ. നിങ്ങളുടെ വാസക്കോട്ടകൾ മൺകോട്ടകൾ മാത്രം. നിങ്ങൾ മൗനമായിരിപ്പിൻ. ഞാൻ സംസാരിക്കട്ടെ. എനിക്ക് സംഭവിച്ചതെല്ലാം ഞാൻ പറയാം. ഞാൻ എൻ്റെ മാംസത്തെ പല്ലുകൊണ്ട് കടിക്കുന്നതും എൻ്റെ ജീവനെ ഉപേക്ഷിച്ച് കളയുന്നതും എന്തിന്? അവൻ എൻ്റെ ജീവനെടുത്താലും ഞാൻ അവനെ മാത്രം കാത്തിരിക്കും. എന്തെന്നാൽ എൻ്റെ വഴികൾ അവൻ്റെ മുമ്പാകെ അത്രേ. അധാർമികൻ അവൻ്റെ സന്നിധിയിൽ വരികയില്ല. അവൻ എനിക്ക് രക്ഷകനായിരിക്കും. എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേൾപ്പിൻ. എൻ്റെ തെളിവുകൾ നിങ്ങളുടെ മുമ്പാകെ ഞാൻ പറയാം. ഇതാ, ഞാൻ എൻ്റെ പ്രതിവാദം തയ്യാറാക്കിയിരിക്കുന്നു. ഞാൻ നീതീകരിക്കപ്പെട്ടവൻ എന്ന് ഞാൻ അറിയുന്നു. എന്നോട് വാദിപ്പാൻ ആരു തുനിയും? ഞാനിപ്പോൾ മിണ്ടാതിരുന്നു. എൻ്റെ ജീവൻ വിട്ടുപോകും. 2 കാര്യം മാത്രം എന്നോട് ചെയ്യരുത്. ഞാൻ നിന്റെ സന്നിധിയിൽ നിന്ന് വിസ്മൃതനാകുകയില്ല. നിന്റെ കൈ എന്നിൽ നിന്ന് പിൻവലിക്കരുതേ. നിന്റെ ഘോരത്വം എന്നെ സംഭീതനാക്കരുതേ. നീ വിളിച്ചാലും ഞാൻ ഉത്തരം പറയാം, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാം. നീ ഉത്തരം അരുളണമേ. എൻ്റെ അകൃത്യങ്ങളും പാപങ്ങളും എത്ര! അതിക്രമവും പാപവും എന്നെ ഗ്രഹിപ്പിക്കണമേ. തിരുമുഖം മറയ്ക്കുന്നതും എന്നെ ശത്രുവായി ഗണിക്കുന്നതും എന്തിന്? കൊഴിയുന്ന ഇലയെ നീ ചവിട്ടിക്കളയുമോ? ഉണങ്ങിയ പതിരിനെ പിന്തുടരുമോ? നീ എനിക്കെതിരെ ശിക്ഷ നിശ്ചയിച്ചു. എൻ്റെ യൗവനത്തിലെ അകൃത്യങ്ങളുടെ ഫലം എന്നെ അനുഭവിക്കുമാറാക്കുന്നു. എൻ്റെ കാൽ നീ ആമത്തിലിട്ടു. എൻ്റെ പേരുമാറ്റമെല്ലാം നീ സൂക്ഷിച്ചു വയ്ക്കുന്നു. എൻ്റെ കാലടികളുടെ ബലം നീ നോക്കും. അത് ചീഞ്ഞഴുകിയ വസ്ത്രം പോലെയും പുഴുവരിച്ച വസ്ത്രം പോലെയും ഇരിക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.